ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റ് ആണ്. പക്ഷേ വെറും ബ്രെഡ് ടോസ്റ്റ് അല്ല, നല്ലൊരു അടിപൊളി ചീസി വെജിറ്റബിൾ ബ്രെഡ് ടോസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ക്യാബേജ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ പച്ചമുളക്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത്, ഇനി ഒരു ബ്രെഡ് സ്ലൈസിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ സ്പ്രെഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം ഞാനത് മെൽറ്റ് ചെയ്തത്. നിങ്ങൾക്ക് നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്താലും മതി. ഇനി കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാബേജും ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അത് ഓരോരുത്തർ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. കുറച്ച് വെളുത്തുള്ളി, ലാസ്റ്റ് നമുക്ക് മൊസറല്ല ചീസും കൂടി ആഡാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇതുപോലെ തന്നെ മറ്റുള്ള ബ്രെഡ് സ്ലൈസസ് ഒക്കെ റെഡിയാക്കി എടുക്കുക. കുട്ടികൾക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ പച്ചമുളക് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി പച്ചമുളക് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ പൊടിച്ച മുളക് ആയാലും നിങ്ങൾക്ക് കുറച്ച് ചേർക്കാം. ഇനി ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് സ്ലൈസസ് ഒക്കെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ചീസ് ഒന്ന് മെൽറ്റായി ബ്രെഡ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതാ അപ്പം നമ്മൾ ടോസ്റ്റ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചീസി വെജിറ്റബിൾ ടോസ്റ്റ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഇൻസ്റ്റൻറ്റ് ഈവനിങ് സ്നാക്കാണ്, അതുപോലെ തന്നെ ഹെൽത്തിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്കും ഷെയറും ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.